നിയോഗതാലി. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ മോനെ? ഒട്ടൊരു നേരത്തിന് ശേഷം ഇന്ദിര ചോദിച്ചു. അതെ അമ്മേ, കൊണ്ടുപോകണം. പക്ഷെ ഇന്നിപ്പോ രാത്രിയായില്ലേ, നാളെ രാവിലെ കൊണ്ടുപോകാം. ഞാനെന്തായാലും ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇന്ദിരയോട് പറയുന്നതോടൊപ്പം തന്നെ നന്ദയുടെ മുഖത്തേക്കും അതർവ് നോക്കുന്നുണ്ട്. അവൾ അവനെ നോക്കി ഒന്ന് തലകുലുക്കി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ, മോൻ പോയി വേഗം വേഷമൊക്കെ മാറിയിട്ട് വാ. ഇനിയിപ്പോ കോഫി വേണോ? ആഹാരം കഴിക്കാനുള്ള സമയമായില്ലേ? കോഫി വേണ്ടമ്മേ, ഞാൻ ഓൾറെഡി ഓഫീസിൽ നിന്ന് കുടിച്ചിരുന്നു. അഥർവ് ഫ്രഷ് ആവാനായി മുകളിലേക്ക് പോയി. ഫ്രഷായി തിരികെ വരുമ്പോഴേക്കും ശ്രീനന്ദ ആര്യൻകുട്ടിന് ആഹാരമൊക്കെ വാരി കൊടുത്തിട്ടുണ്ട്. അഥർവ് കൂടി വന്നതോടെ അവരെല്ലാരും കഴിക്കാനിരുന്നു. വളരെ ആസ്വദിച്ചാണ് ശ്രീനന്ദ കഴിക്കുന്നത്. അതിനിടയിൽ തന്നെ ശ്രീനന്ദയുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അഥർവ്. അത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. അവൾക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട്. അതൊക്കെ അവൻ കൂടുതലായി അവളുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കും. അവളങ്ങനെ അധികമായിട്ടൊന്നും എടുത്ത് കഴിക്കില്ല. എല്ലാവരും ആഹാരം കഴിച്ച് എഴുന്നേറ്റപ്പോ അഥർവ് കിടക്കാനായി മുകളിലേക്ക് നടന്നു. അച്ഛമ്മേ, ഞാനിന്ന് ആന്റിയുടെ അച്ഛൻ്റെയും കൂടിയാ കിടക്കുന്നത്. ചിരിയോടെ അത് കേട്ടുനിന്നു ശ്രീനന്ദ. എങ്കിൽ പിന്നെ ആര്യൻകുട്ടൻ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടക്കട്ടമ്മേ. അഥർവും പറഞ്ഞു. അത് വേണോ മോനെ? അവൻ കുഞ്ഞല്ലേ. ഉറക്കത്തിൽ അറിയാതെ കാലോ കയ്യോ വല്ലോ നന്ദമ്മളുടെ ദേഹത്തിട്ടാലോ? അവൻ മുൻപ് ഞങ്ങളുടെ കൂടെ കിടന്നിട്ടുള്ളതല്ലേ. അവൻ അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. ഉറക്കത്തിലും അവന് ശ്രദ്ധയൊക്കെ ഉണ്ട്. അതെ അമ്മേ. അഥർവ് പറഞ്ഞു നിർത്തിയപ്പോ അത് ശരിവെക്കും പോലെ നന്ദയും പറഞ്ഞു. ചുവരിനോട് ചേർന്നാണ് ആര്യം കിടക്കുന്നത്. അവന്റെ തൊട്ടടുത്തേക്ക് വന്ന് ശ്രീനന്ദയും കിടന്നു. അവൾക്കടുത്ത അഥർവ്. ആന്റി, കുഞ്ഞോവ എപ്പോഴാ വരുന്നേ? ആന്റി പറഞ്ഞില്ലേ, ഇനി ഒരു 10 months കൂടി എടുക്കും. അപ്പോഴേക്കും വാവയിങ്ങി എത്തും. വാവ വന്നാൽ എൻ്റെ കൂടെ കളിക്കുവോ? കുഞ്ഞിച്ചക്കന് മുഴുവൻ സംശയങ്ങളാണ്. പിന്നെ ആര്യൻകുട്ടൻ്റെ കൂടെ കളിക്കും, ഒന്നിച്ച് സ്കൂളിൽ വരും. പിന്നെ എപ്പോഴും ചേട്ടാന്ന് വിളിച്ച് പിന്നാലെ നടക്കും. അതും കൂടി കേട്ടതോടെ ആര്യൻകുട്ടന് തുള്ളിച്ചാടാനുള്ള സന്തോഷമായി. അവനവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ശ്രീനന്ദയോട് ഒട്ടിക്കിടന്നു. അവൾ ഒരു കൈയെടുത്ത് അവന് മേലെ തട്ടിക്കൊടുത്തു. ആര്യൻകുട്ടൻ ഉറങ്ങിയെന്ന് ഉറപ്പായതു ശ്രീനന്ദ അഥർവിന്റെ അടുത്തേക്ക് ചെരിഞ്ഞു കിടന്നു. തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോടോ? ഏയ്, ഇല്ലേട്ടാ. എങ്കിൽ ഉറങ്ങിക്കോ, ഉറക്കൊഴിച്ചാൽ തലവേദന വരും. നന്ദ മറുത്തൊന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെറുതെ കിടന്നതേയുള്ളൂ. ഇപ്പോഴവൾക്ക് അവന്റെ ശ്വാസതാളം കൃത്യമായിട്ട് കേൾക്കാം. ശ്രീനന്ദ അവന്റെ നെഞ്ചിലേക്ക് ചുണ്ടമർത്തി. അവളുടെ കണ്ണീരിന്റെ ചൂടവിടെ പടർന്നു. അഥർവും ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്താ നന്ദേ, ഇനി എന്തിനാ കരയുന്നത്? ഇതങ്ങനത്തെ കണ്ണീരല്ലേട്ടാ, സന്തോഷം കൊണ്ട് എന്റെ മനസ്സിപ്പം നിറഞ്ഞു കവിഞ്ഞ് ഒട്ടുമെന്നുള്ള അവസ്ഥയാ. അഥർവ് അവളുടെ 2 കണ്ണുകളും മാറി മാറി തുടച്ചു. ഇനി കരയണ്ട. അതിപ്പോ സന്തോഷം കൊണ്ടായാലും ശരി, സങ്കടം കൊണ്ടായാലും. ഈ കണ്ണ് നിറയുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ലെന്ന് നന്ദയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? അവൻ പറഞ്ഞപ്പോ മറുപടി ഒന്നും പറയാതെ പകരം അവനെയൊന്ന് ഇറുക്കി പുണർന്നതേയുള്ളൂ ശ്രീനന്ദ. ശ്രീനന്ദയുടെയും അഥർവിന്റെയും മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒപ്പം അവർക്കിരുവർക്കുമിടയിൽ അവളുടെ കുഞ്ഞു വയറും. അവന്റെ കൈകൾ അവളുടെ വയറിനെ തലോടിക്കൊണ്ടിരുന്നു. ശ്രീനന്ദ മെല്ലെ മിഴികൾ അടച്ചുറങ്ങി. ഗാഠമായ ഉറക്കത്തിലും അവളുടെ അധരങ്ങളിൽ ഒരു കുഞ്ഞു പുഞ്ചിരി ബാക്കിയായിരുന്നു. അത് മെല്ലെ അഥർവിന്റെ മുഖത്തേക്കും പടർന്നു. പിറ്റേന്ന് രാവിലെ പതിവിലെ ഉത്സാഹത്തോടെയാണ് നന്ദി എഴുന്നേറ്റ് വന്നത്. അഥർവും ആര്യൻകുട്ടനും നല്ല ഉറക്കം. കുഞ്ഞിന്റെ ദേഹത്തു നിന്നും മാറിക്കിടുന്ന കംഫർട്ട് എടുത്ത് അവനെ നന്നായി പുതപ്പിച്ച ശേഷം ശ്രീനന്ദ മുറി തുറന്ന് പുറത്തേക്കിറങ്ങി. താഴെ അടുക്കളയിൽ ഇന്ദിരയുണ്ടായിരുന്നു. എന്തിനാ മോളെ നീ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? അടുക്കളയിൽ ഇപ്പൊ സഹായത്തിന് ആളുണ്ടല്ലോ. നിനക്ക് കുറച്ചു നേരം കൂടി കിടക്കായിരുന്നില്ലേ? കിടന്നിട്ട് ഉറക്കം വന്നില്ലമ്മേ. മോൾ എന്തായാലും ഇരിക്കുക, അമ്മ ഒരു ഗ്ലാസ് പാലെടുക്കാം. ഇനിയിപ്പോ പഴയതുപോലെ. കോഫി ഒന്നും കുടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. മിക്ക ഡോക്ടർമാരും അതൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. മാത്രമല്ല കുഞ്ഞിനും അത്ര നല്ലതല്ല. ശ്രീനന്ദ മൂളിയതേ ഉള്ളൂ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അഥർവും ആര്യനും ഉണർന്നെഴുന്നേറ്റു. ആര്യൻകുട്ടൻ ആഹാരമൊക്കെ കൊടുത്ത് റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു. 10 മണിക്കാണ് ശ്രീനന്ദയ്ക്കും അപ്പോയിന്റ്മെന്റ്. 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവരിരുവരും വീട്ടിൽ നിന്നിറങ്ങി. അവൾക്ക് ചെറുതല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ട്. അഥർവ് അവളെ ആവും വിധമൊക്കെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. ഡോക്ടറുടെ ക്യാബിനിൽ
അവർക്ക് ഓപ്പോസിറ്റായി ഇരിക്കുമ്പോൾ എന്നത്തെയും പോലെ നിസ്സഹായത തളം കെട്ടി നിന്ന കണ്ണുകളല്ല ശ്രീനന്ദയ്ക്ക്. ഉള്ളിലെ സന്തോഷം പുറത്തു പ്രകടമാകും വിധം അവളുടെ നീളൻ മിഴികളിൽ നിറഞ്ഞ സന്തോഷം. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട്, നിങ്ങൾ രണ്ടാളും പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അധിക കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ഡോക്ടർ ശ്രീനന്ദയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവളൊരു ചിരിയോടെ അഥർവിനെ നോക്കി. എന്തായാലും നമുക്ക് സ്കാൻ ചെയ്യാം. ഡോക്ടർ പറഞ്ഞതുപ്രകാരം അവർ സ്കാൻ ചെയ്തു. റിപ്പോർട്ടെല്ലാം ഡോക്ടറിനെ കാണിച്ചു. മൊത്തത്തിലെല്ലാം ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് ഓക്കെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ശ്രീനന്ദയ്ക്ക് സമാധാനമായത്. ഡോക്ടറെ കണ്ട് അവർ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഇനി എങ്ങനാ? നമുക്ക് തനിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് പോകാം. നട്ട്സൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ശ്രീനന്ദ തലകുലുക്കി. അവനറിയാം ഈ കുഞ്ഞിനു വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നുള്ളത്. കാര്യം അവൾ അത്രമേൽ ആഗ്രഹിച്ചു കിട്ടിയ ഒരു കുഞ്ഞല്ലേ. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ കയറി അവൾക്ക് വേണ്ടുന്ന നട്ട്സും സ്വീറ്റ്സും ചോക്ലേറ്റ്സും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയാണ് അവർ വീട്ടിലേക്ക് വന്നത്. അവർ പോയപ്പോൾ മുതൽ കാര്യങ്ങൾ അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇന്ദിര. ഡോക്ടർ എന്തു പറഞ്ഞു മോളെ? വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഇന്ദിര ആദ്യം ചോദിച്ചത് അതായിരുന്നു. എല്ലാം ഓക്കെയാണെന്ന് അമ്മ പറഞ്ഞത്. ഇനി എന്നാണ് സ്കാൻ ചെയ്യാൻ പോകേണ്ടത് എന്നുള്ള ഡേറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ മോള് പോയി വേഷമൊക്കെ മാറ്റിയിട്ട് വാ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും തരാം പറഞ്ഞുകൊണ്ട് ഇന്ദിര അടുക്കളയിലേക്കും ശ്രീനന്ദ മുറിയിലേക്കും പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോന്നും ശ്രീനന്ദയും അഥർവും പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മനോഹരമായിരുന്നു. ആര്യൻകുട്ടന് ശ്രീനന്ദയോടുള്ള സ്നേഹവും കരുതലും കുറച്ചുകൂടെ കൂടിയെന്ന് വേണം പറയാൻ. അവനിപ്പോൾ ഒരു കാര്യത്തിനും ശ്രീനന്ദയെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്തിനേറെ പറയുന്നു, മുമ്പ് എന്തിനും ഏതിനും ആന്റി വേണോന്ന് വാശി പിടിച്ചു നടന്ന ചെറുക്കനാണ്. ഇപ്പോൾ അവൾ അവൻ്റെ എന്തേലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ചെല്ലുമ്പോൾ ആന്റി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവളെ എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവനതൊക്കെ സ്വയം ചെയ്യാറാണ് പതിവ്. നിർബന്ധവും വാശിയുമെല്ലാം കുറച്ച് ഇന്ദിര പറയുന്നതനുസരിച്ച് കുറുമ്പും കുസൃതിയുമൊക്കെ കുറഞ്ഞ് ആര്യൻകുട്ടൻ വല്ലാത്തൊരു പക്വതയുള്ള കുട്ടിയായി മാറിയതുപോലെ നന്ദയ്ക്കും തോന്നി. അവൾ അപ്പോഴേക്ക് അഥർവിനോട് പറയും, എനിക്ക് ആ പഴയ ആര്യൻകുട്ടനെ മിസ് ചെയ്യുന്നു. അവൻ വെറുതെ ഒന്ന് ചിരിക്കത്തേ ഉള്ളൂ. ദിവസങ്ങൾ പിന്നെയും തെന്നി മാറി. നാളെയാണ് സാക്ഷിയുടെ കല്യാണം. ശ്രീനന്ദയ്ക്കിത് 4-ാം മാസമാണ്. വയറൊക്കെ നന്നായി വീർത്തിട്ടുണ്ട്. രാവിലെ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണവൾ. മറ്റൊന്നുമല്ല, അവൾക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്യാവശ്യം നന്നായി തന്നെ വോമിറ്റ് ചെയ്യും. ഒരു ട്രിപ്പ് ഛർദിയൊക്കെ കഴിഞ്ഞ് ബെഡിൽ വാടിക്കൊഴിഞ്ഞിരിക്കുവാണ് നന്ദ. അഥർവ് അവൾക്ക് അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു. ഒരു കൈകൊണ്ട് വയറിലും മെല്ലെ തലോടി. നന്ദി, താൻ ഓക്കെ അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് പോകണ്ടടോ, റെസ്റ്റ് എടുക്കാം. എന്തായാലും തൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തേ ഉള്ളൂ. പ്ലീസ് ഏട്ടാ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് സാക്ഷിയുടെ വിവാഹം കൂടിയേ പറ്റൂ. പിന്നെ അമ്മായി പറഞ്ഞത് സംഗീത ചേച്ചിയും ചേട്ടനും കുഞ്ഞുമൊക്കെ വരുമെന്നാ. എനിക്ക് എല്ലാവരെയും കാണണം. ശ്രീനന്ദ നിർബന്ധം പോലെ പറഞ്ഞു. ഇത് പിന്നെ സ്ഥിരമുള്ള വോമിറ്റിംഗ് അല്ലേ. രാവിലെ കുറച്ച് സമയം ഇങ്ങനെയാണ്, അതങ്ങ് മാറിക്കോളും. ശ്രീനന്ദ പറഞ്ഞുകൊണ്ട് നിലത്തേക്ക് കാലെടുത്ത് കുത്തി. അപ്പോഴേക്ക് ഇന്ദിരയും മാധവനും ഒക്കെ താഴെ റെഡിയായി നിൽക്കുന്നുണ്ട്. കുറേയേറെ നാളത്തിന് ശേഷം സംഗീതയെ നേരിൽ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് നന്ദയ്ക്ക്. ഇതിനു മുൻപ് 2-3 വട്ടം സംഗീതയോട് നേരിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്കത് ഒറ്റ നിമിഷം കൊണ്ട് ക്ഷമിച്ചു കൊടുക്കുവാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ അമ്മാവനും അമ്മായിയും. ചേച്ചി അവരെ എന്തുമാത്രം വിഷമിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, സാക്ഷിയുടെ കാര്യം വന്നപ്പോൾ ആരും നിർബന്ധിക്കാതെ തന്നെ അവർ സംഗീത ചേച്ചിയെ വിളിച്ചില്ലേ. ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ മനസ്സ്. ഒന്നോർത്താൽ ഇതോടുകൂടി എല്ലാം കലങ്ങി തെളിയുന്നു തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ എത്ര നാളാ എല്ലാവരും ഈ വിഷമങ്ങളൊക്കെ മനസ്സിലിട്ട് മുന്നോട്ട് ജീവിക്കുന്നത്. ശ്രീനന്ദ ഓർത്തു. ആഹാ, താൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ.
ഡ്രസ്സ് മാറിയിട്ടില്ലേ? ദേ മാറാൻ പോവാ ഏട്ടാ പറഞ്ഞുകൊണ്ടവൾ മുടിയെല്ലാം കൂടി ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. ശേഷം ഫ്രഷായി തിരികെ ഇറങ്ങി വന്നു. കുറച്ച് വയറൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് സാരി ഉടുത്താൽ കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഒരു സൽവാറാണ് ധരിച്ചിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ കളറിൽ ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്ന സൽവാർ. ബൊട്ടീക്കിൽ പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. ഇന്ദ്രയുടെ ഐഡിയ ആയിരുന്നു അതെല്ലാം. ശ്രീനന്ദ വെറുതെ മെഷർമെന്റ്സ് എടുക്കുവാൻ നിന്നു കൊടുത്തതേയുള്ളൂ. ഡ്രസ്സ് ഇന്നലെ കയ്യിൽ കിട്ടുമ്പോഴാണ് ശ്രീനന്ദയും കാണുന്നത്. ഡ്രസ്സൊക്കെ ഇട്ട് മുഖത്തിൽ ലൈറ്റായി മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിർവ് റെഡിയായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നു. അവളെ കണ്ടതും അവന്റെ മിഴികൾ വിടർന്നു. ആഹാ, നന്നായിട്ടുണ്ടല്ലോ ഇത്. കൊള്ളാല്ലേട്ടാ, എനിക്കും ഇഷ്ടായി. അമ്മയെ ഇങ്ങനെ പറഞ്ഞു തയ്പ്പിച്ചത്, ശ്രീനന്ദ പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ അമ്മയുടെ സെലക്ഷൻ സൂപ്പറല്ലേ? അതൊരു അർത്ഥം വെച്ച് പറഞ്ഞത് ശ്രീനന്ദയ്ക്ക് മനസ്സിലായി. അവളുടെ മുഖം ചുവന്നു പോയിരുന്നു. കാരണം അഥർവിന്റെ ജീവിതത്തിലേക്ക് ശ്രീനന്ദയെ കൂട്ടിക്കൊണ്ടുവന്നതും ഇന്ദിര തന്നെയാണല്ലോ. അവൾ പെട്ടെന്ന് തന്നെ മുടികെട്ടി മേക്കപ്പ് കഴിഞ്ഞ് ഷോൾ എടുത്ത് പിൻ ചെയ്ത് വെച്ചുകൊണ്ട് കണ്ണാടിയിൽ ഒരിക്കൽ കൂടി നോക്കി. എന്തോ മറന്നല്ലോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് അഥർവ് തൊടുവിരൽ തുമ്പിൽ ഒരു നുള്ള സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിലേക്കൊന്ന് നീട്ടി വരച്ചത്. ശ്രീനന്ദയുടെ മുഖം കൂടുതൽ വിടർന്നു. ഇനി ഇറങ്ങിയാലോ? അച്ഛനും അമ്മയും ആര്യക്കുട്ടനും ഒക്കെ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ നേരമായി. ആണോ? പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ധൃതിയെ മുന്നോട്ട് നടക്കാൻ വന്നതും ആദർവ് അവളുടെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ടായി പാഞ്ഞു പോകുന്നത്? ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ പതിയെ നടന്നാ മതിയെന്ന്? സോറി ഏട്ടാ. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാ മതി. ശ്രീനന്ദ പതിയെ ശ്രദ്ധയോടെ പടികൾ ഓരോന്നും താഴേക്കിറങ്ങി. പിന്നീട് അവരെല്ലാരും ചേർന്ന് നേരെ പോയത് കല്യാണം നടക്കുന്ന ഹോളിലേക്കാണ്. ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ റൂമില് സാക്ഷി ഉണ്ടായിരുന്നു. ശ്രീനന്ദ അവിടേക്ക് ചെന്നതും സാക്ഷി പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് വന്നു പിടിച്ചു. അവളുടെ കൈയൊക്കെ വിയർത്ത് തണുത്തിരിക്കുന്നത് കണ്ടതും ശ്രീനന്ദയുടെ മുഖത്തൊരു കുഞ്ഞു ചിരി വിടർന്നു. ടെൻഷനുണ്ടോ? നല്ല ടെൻഷനുണ്ട് ചേച്ചി. സാരമില്ല, ടെൻഷനായാലേ നല്ലൊരു മൊമെന്റ് സ്പോയിലായി പോകും. അതുകൊണ്ട് കൂളായിട്ടിരിക്കും. ശ്രീനന്ദ അവൾക്ക് ആശ്വാസം പകർന്നു കൊടുത്തു. ആ സമയം അവൾ ഓർക്കുമായിരുന്നു തൻ്റെ വിവാഹത്തെക്കുറിച്ച്. വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ ക്ഷേത്രമുറ്റത്ത് ആരാണ് തന്നെ വിവാഹം കഴിക്കുന്നതെന്ന് പോലും അറിയാതെ അവിടെ കൂടി നിന്ന ആളുകളെ കണ്ടു പകച്ച് സഹായത്തിന് പോലും ആരുമില്ലാതെ നിസ്സഹായായി നിന്ന ശ്രീനന്ദയെ അവൾ തലയൊന്ന് കുടഞ്ഞു വിട്ടു. ഇനി ഒരിക്കൽ കൂടി ആ അനാഥത്വത്തെപ്പറ്റി ചിന്തിക്കുവാൻ കൂടി കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അന്ന് താൻ അനുഭവിച്ച സങ്കടത്തിന്റെ എത്രയോ ഇരട്ടിയായിട്ട് ഇന്ന് സന്തോഷം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിക്കുവാൻ ഒരച്ഛനും അമ്മയും കുഞ്ഞും ഭർത്താവും ഉണ്ടല്ലോ. അവൾ ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോഴേക്കും അമ്മാവൻ അവിടേക്ക് വന്നിരുന്നു. വരനെ സ്വീകരിച്ച് പന്തലിൽ കൊണ്ടുവന്നിരുത്തി പെണ്ണിറങ്ങാൻ നേരമായി എന്ന് പറയാനായി. പിന്നെ താലപ്പൊലി പിടിക്കുന്ന കുട്ടികളുടെ അകമ്പടിയോടെ സാക്ഷി കതിർമണ്ഡപത്തിലേക്ക്. അപ്പൊ അമ്മയാ പറഞ്ഞത് നിന്നെ കാണാൻ കയറാന്ന്. ഞങ്ങളൊരു 10-15 മിനിറ്റിനുള്ളിൽ അവിടേക്ക് വരും. ആണോ? അതിനെന്താ, വാടി. ശരിയടി, ഞാൻ വെക്കട്ടെ, വരുമ്പോ കാണാം. പറഞ്ഞുകൊണ്ട് പാർവതി കോൾ കട്ട് ചെയ്തു. ശ്രീനന്ദ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയ ശേഷം താഴേക്ക് ഇറങ്ങിച്ചെന്ന് പാർവതിയും വീട്ടുകാരും വരുന്ന കാര്യം ഇന്ദിരയോട് പറഞ്ഞു. പിന്നെ വിളക്കൊക്കെ കൊളുത്തി അവരെല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്താണ് പാർവതിയുടെ കാറ് മുറ്റത്തേക്ക് വന്നത്. എല്ലാവരും അവരെ ക്ഷണിച്ച് അകത്തേക്ക് ഇരുത്തി. കുറേയേറെ സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ഇരുന്നു. അപ്പോഴാണ് പാർവതിയുടെ അമ്മ മെല്ലെ അവളുടെ വിവാഹക്കാര്യം എടുത്തിട്ടത്. ഞങ്ങൾ പാർവനും ആലോചനകൾ നോക്കുന്നുണ്ട്. ശ്രീനന്ദ ഇടം കണ്ടിട്ടൊന്ന് പാർവതിയെ നോക്കി. നിങ്ങളുടെ ബന്ധത്തിൽ പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം. പാർവതിയുടെ അമ്മ ഇന്ദിരയോടായി പറഞ്ഞു. അതിനെന്താ, നമുക്ക് നോക്കാം. എല്ലാവരുടെയും ശ്രദ്ധ മറ്റെങ്ങോട്ടേക്കോ തിരിഞ്ഞപ്പോ പാർവതിയുടെ അമ്മ ശ്രീനന്ദയ്ക്ക് അരികിൽ വന്നു. മോളെ, വിവാഹത്തിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടെ ഒരാൾക്ക് ഭയങ്കര എതിർപ്പാ. അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. മോള് തന്നെ ഒന്ന് ചോദിക്കാം അവളോട്. ഞങ്ങളോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മോളോടായതുകൊണ്ട് പറയും. പാർവതിയുടെ അമ്മ ആരും കേൾക്കാതെ
ശ്രീനന്ദയോടായി പറഞ്ഞു. ഞാൻ ചോദിക്കാം ആൻറ്റി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ പോകാൻ ഇറങ്ങിയപ്പോൾ ഡിന്നർ കൂടി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇന്ദിര അവരെ നിർബന്ധിച്ചു. അങ്ങനെ ഡിന്നർ കഴിക്കാമെന്ന് സമ്മതിച്ചു. ഇന്ദിരയും പാർവതിയുടെ അമ്മയും അടുക്കളയിലും അച്ഛന്മാരും അഥർവും ലിവിംഗ് റൂമിലും ഇരിക്കുന്ന സമയത്ത് ശ്രീനന്ദ പാർവതിയും കൂട്ടി മുകളിലേക്ക് പോയി. നീ എന്നോട് പറയാത്തതായിട്ട് എന്തെങ്കിലും രഹസ്യമുണ്ടോ പാറു? ശ്രീനന്ദ പാർവതിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടൊന്ന് ചോദിച്ചു. അതെന്താ ശ്രീ നീ അങ്ങനെ ചോദിച്ചത്? പാർവതിയുടെ മുഖത്ത് അവൾ എന്തോ കാര്യമായി മറയ്ക്കാൻ ശ്രമിക്കുന്നത് ശ്രീനന്ദയ്ക്ക് മനസ്സിലായി. എന്താണെങ്കിലും എന്നോട് പറ പാറു. ശ്രീനന്ദ അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം ശ്രീനന്ദയെ നോക്കാനാകാതെ കൊണ്ട് പാർവതി മുഖം താഴ്ത്തി നിന്നു. അതോടെ ശ്രീനന്ദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് തന്നെ അവൾ തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന്. ശ്രീനന്ദ പാർവതിയെ കേൾക്കാനായി ബാൽക്കണിയിലിട്ടിരുന്ന ചെയറിലേക്കിരുന്നു. അവൾക്ക് എതിർവശത്തായി പാർവതിയും ഇരുന്നു. എന്തോ വലിയൊരു കാര്യം അത് പറയുവാനായി പാർവതി മനസ്സിനെ പാകപ്പെടുത്തി. ഒന്ന് ശ്വാസം എടുത്തുവിട്ടു മെല്ലെ അവൾ പറഞ്ഞു തുടങ്ങി. തുടരും. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹാപ്പി ഓണം. സ്വന്തം മിത്ര. താങ്ക് യു.